ഭക്തർക്കായിട്ടുള്ള മഹാദേവ സന്ദേശം എന്താണെന്ന് നോക്കാം. പ്രിയ ഭക്തരെ, നിങ്ങൾ ആർക്കു വേണ്ടിയാണോ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും കൂടുതൽ സമയം മാറ്റിവെക്കുന്നത്, അവരിൽ നിന്ന് തന്നെയാകും നിങ്ങൾക്ക് കൂടുതൽ അവഗണനയും വേദനയും നേരിടേണ്ടി വരുന്നത്. നിശബ്ദനായ ഒരാൾ വിഡ്ഢിയാണെന്ന് കരുതരുത്. ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സംസാരിക്കുന്നവനേക്കാൾ ബുദ്ധിമാനാണ്. ഭക്തരെ, ഒരാളോട് നിങ്ങൾ ക്ഷമിക്കുന്നത് നിങ്ങളുടെ നല്ല മനസ്സാണ്. എന്നാൽ അയാളെ വീണ്ടും വിശ്വസിക്കുന്നത് നിങ്ങളുടെ വിഡ്ഢിത്തമായിരിക്കും. ജീവിതത്തിൽ പലരും ഒന്നുമില്ലാതെ കടന്നു പോകുന്നു. അതിനാൽ നിങ്ങളുടെ കയ്യിലുള്ളതിനെ ചേർത്ത് പിടിക്കുക. അതിൽ നന്ദിയുള്ളവരായിരിക്കുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം സൃഷ്ടിക്കുന്നതിന് നിങ്ങൾ സമയം കണ്ടെത്തുന്നില്ല എങ്കിൽ, ഒടുവിൽ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു ജീവിതം കൈകാര്യം ചെയ്യാൻ ധാരാളം സമയം ചെലവഴിക്കാൻ നിങ്ങൾ നിർബന്ധിതരാകും. ഭക്തരെ, നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കണമെങ്കിൽ നിങ്ങളുടെ ചിന്തകളെ ആജ്ഞാപിക്കുന്ന, നിങ്ങളുടെ ഊർജത്തെ സ്വതന്ത്രമാക്കുന്ന, നിങ്ങളുടെ പ്രതീക്ഷകളെ പ്രചോദിപ്പിക്കുന്ന ഒരു ലക്ഷ്യം കണ്ടെത്തുക. എത്രനാൾ കൂടെ ഉണ്ടായി എന്നുള്ളതല്ല, എത്രമേൽ നിങ്ങളെ മനസ്സിലാക്കി എന്നുള്ളതിലാണ് കാര്യം. നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് ഉറപ്പായാൽ ആഞ്ഞു തുഴയുക. ഇനി മുങ്ങിത്താഴാതിരിക്കൽ നിങ്ങളുടെ മാത്രം ആവശ്യമാണ്. തെറ്റുകളിൽ നിന്നു മാത്രമേ ശരികൾ കണ്ടെത്താൻ കഴിയൂ. തോൽവികളിൽ നിന്നു മാത്രമേ വിജയത്തിൽ എത്തുകയുള്ളൂ. ഇന്ന് അല്ലെങ്കിൽ നാളെ ഉറപ്പായും നിങ്ങൾ വിജയിക്കുക തന്നെ ചെയ്യും. ആ യാത്രയിൽ എൻ്റെ അനുഗ്രഹം നിങ്ങളിൽ എന്നും ഉണ്ടായിരിക്കും. ഓം നമഃ ശിവായ.